ധനുഷിനൊപ്പം അഭിനയിച്ചു. ആ സിനിമയ്ക്ക് ശേഷം ആരും വിളിക്കുന്നില്ലെന്ന് ശ്രുതി ഹസൻ. കമൽഹാസന്റെ മകൾ എന്നതിലുപരി ഇന്ത്യൻ സിനിമയിലെ ശ്രദ്ധേയായ യുവനടിമാരിൽ ഒരാളാണ് ശ്രുതി ഹാസൻ. തമിഴിലും തെലുങ്കിലുമടക്കം നിരവധി വലിയ സിനിമകളുടെ ഭാഗമായി അഭിനയിക്കുകയാണ് നടി ഇപ്പോൾ. ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്ത് ധനുഷും ശ്രുതി ഹാസനും നായികനായകന്മാരായി അഭിനയിച്ച സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു 3.3. മൂവിയിലെ ശ്രുതിയുടെ പ്രകടനം ഏറെ പ്രശംസകൾ നേടിക്കൊടുത്തു. അതിനുശേഷം 2 വർഷം തനിക്ക് തമിഴിൽ നിന്നും സിനിമകളൊന്നും ലഭിച്ചതേയില്ലെന്ന് പറയുകയാണ് നടി ഇപ്പോൾ. പുതിയൊരു അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു ശ്രുതി തന്റെ സിനിമകളെക്കുറിച്ച് മനസ്സ് തുറന്നത്. 2011 ശ്രുതി ഹാസൻ തമിഴിൽ നായികയായി എത്തുന്നത്. സൂര്യയ്ക്കൊപ്പം 7ാം അറിവ് എന്ന സിനിമയിലാണ് ശ്രുതി ആദ്യമായി നായികയാവുന്നത്. തൊട്ടടുത്ത വർഷം ധനുഷിനൊപ്പം 3 എന്ന സിനിമ ലഭിച്ചു. ഇത് വിജയിച്ചെങ്കിലും പിന്നീട് തമിഴിൽ അവസരങ്ങളൊന്നും തനിക്ക് ലഭിച്ചില്ല. 2 വർഷത്തിന് ശേഷം വിശാലിനൊപ്പം പൂജ എന്ന സിനിമയിൽ അഭിനയിച്ചെങ്കിലും അതിനുശേഷവും തനിക്ക് തമിഴിൽ അവസരങ്ങൾ കാര്യമായി വന്നില്ലെന്നാണ് നടി പറഞ്ഞത്. പ്രഭാസ് നായകനായി അഭിനയിച്ച കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ സലാറിൽ പ്രധാനപ്പെട്ട ഒരു റോളിൽ ശ്രുതി അഭിനയിച്ചിരുന്നു. ബിഗ് ബജറ്റിൽ ഒരുക്കിയ ഈ സിനിമയ്ക്ക് ശേഷം വീണ്ടും തനിക്ക് തമിഴിലേക്ക് അവസരം കിട്ടിയ സന്തോഷമാണ് നടി പങ്കുവച്ചത്. സലാറിന് ശേഷം തനിക്ക് വലിയ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലി എന്ന ചിത്രത്തിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത്. നാഗാർജുന, സൗബിൻ ഷാഹിർ എന്നിവരാണ് മറ്റ് താരങ്ങൾ. ശ്രുതിയാണ് ചിത്രത്തിലെ നായിക.